ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി വിഷു വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് CapCut ആപ്ലിക്കേഷനിലാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. ഒരു നേരമെങ്കിലും ദിവ്യരൂപം ഗാന കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഫോട്ടോസുകളും വീഡിയോസുകളും ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിലും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ലിങ്കും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിലൊരു ഹാപ്പി വിഷു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് CapCut ആപ്ലിക്കേഷനിലാണ്. CapCut എന്നൊരു ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. CapCut ഫുള്ളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് VPN എന്ന് പറയുന്നത് സെക്കൻഡ് ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് VPN കണക്ട് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് എല്ലാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. VPN എടുത്ത ശേഷം താഴെ കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നിടത്ത് VPN കണക്റ്റ് ആകും. സെക്യൂർ ആയിട്ടുള്ള VPN ആണ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്നതാണ്. VPN കണക്ട് ചെയ്ത ശേഷം വേണം നമ്മൾ CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ ഗാലറിയിലേക്ക് ഓപ്പൺ ആകുന്നത്. അവിടെ നമ്മൾ ഫോട്ടോ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള 4-5 ഫോട്ടോ മാത്രം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. വിഷുവായിട്ട് ബന്ധപ്പെട്ട 4-5 ഫോട്ടോസ് മാത്രം ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോട്ടോസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് താഴെ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫോട്ടോയൊക്കെ ടൈം ലൈനിൽ ആഡായിട്ടുണ്ട്. അതിനുശേഷം ഈ ആപ്ലിക്കേഷനിൽ ലോഗോ ലാസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ CapCut ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നത് ആ ആപ്ലിക്കേഷനിൽ ലോഗോ ഡിലീറ്റ് ആകുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് താഴെയായിട്ട് റേഷ്യോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, സെലക്ട് ചെയ്യുക. റേഷ്യോ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഫോണിൻ്റെ ഫുൾ സ്ക്രീൻ ലഭിക്കാനായിട്ട് 9:16 റേഷ്യോ സെലക്ട് ചെയ്യുക. ടിക്ടോക്കിൻ്റെ അത് സെലക്ട് ചെയ്യുക, ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് 2 വിരൽ വെച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ കൊടുത്ത് മാത്രം മതി. ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക, 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുക. ഇതുപോലെ ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക, 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. എല്ലാ ഫോട്ടോയും ഫുൾ സ്ക്രീൻ ആക്കിയ ശേഷം നമുക്ക് സോങ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്യുവാണ്. അതിനായിട്ട് ആഡ് ഓഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ താഴെ ഓപ്ഷൻ കാണുന്നുണ്ട്. എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഗാലറിയിലായിരിക്കും ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നത്. ഈ നമ്മുടെ ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ട് സൗണ്ട് സോളിൽ സെലക്ട് ചെയ്യുന്നത് നമുക്ക് സോങ് മാത്രമായിട്ട് കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് കാണുന്നുണ്ടല്ലോ, ഇതിനകത്ത് നമുക്ക് ആ സോങ്ങിന് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കണം. ബീറ്റ് മാർക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ സോങ്ങിൻ്റെ ലെയർ ഉണ്ടല്ലോ, താഴെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ ബീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ബീറ്റ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ സോങ് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഹെഡ്ഫോൺ വെച്ച ശേഷം കറക്റ്റായിട്ട് നോക്കുന്നത് ഇതിനകത്തൊരു വൂഷ് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രം കറക്റ്റായിട്ട് ആഡ് ബീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എഫക്റ്റ് ശബ്ദം അവിടെ കേൾക്കാൻ സാധിക്കുന്നതാണ്. കറക്റ്റായിട്ട് ആ മ്യൂസിക് വരുന്ന സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ ആഡ് ബീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഒരു യെല്ലോ ഡോട്ട് വീഴുന്നുണ്ടല്ലോ, അതാണ് ബീറ്റ് എന്ന് പറയുന്നത്. അവിടെയായിട്ടാണ് നമുക്ക് ഓരോ ഫോട്ടോയും കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 4 ഫോട്ടോസ് മാത്രം മതി. കറക്റ്റായിട്ട് ഇതുപോലെ 4 കാണുന്നുണ്ടല്ലോ, യെല്ലോ ഡോട്ട് കാണുന്നുണ്ടല്ലോ, ഇതുപോലെ കറക്റ്റായിട്ട് വന്നാൽ മതി. ആ എഫക്റ്റിന് ശബ്ദം കൊടുത്തിട്ടുണ്ട്, ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോ ഫോട്ടോയും കറക്റ്റ് നമ്മൾ ആ ഡോട്ട് കാണുന്നുള്ളൂ, താഴെയായിട്ട് ചെറിയ ഡോട്ട്, അതിൻ്റെ ലെവലേ വെക്കുക. എല്ലാ ഫോട്ടോയും ഒരു ഫോട്ടോ ലെവലിൽ വെക്കുക. അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ഇതുപോലെ ഓരോന്നിൻ്റെ ലെവലായിട്ട് കറക്റ്റായിട്ട് മുകളിലത്തെ ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് ആ ബീറ്റിനനുസരിച്ച് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക. കറക്റ്റായിട്ട് നോക്കുക. കറക്റ്റായിട്ട് നോക്കിയിട്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ഏകദേശം ലെവലിൽ എത്തുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയും കൊടുത്ത ശേഷം നമുക്ക് ലാസ്റ്റ് എക്സസ് അനുഭവപ്പെട്ട ഫോട്ടോ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്കിവിടെ സ്റ്റാർട്ടിങ് വരിക. സ്റ്റാർട്ടിങ് വന്നിട്ട് നമുക്കൊരു ബ്ലർ എഫക്റ്റ് കൊടുക്കേണ്ടതുണ്ട്. എല്ലാ ഫോട്ടോ നേരെയാണെന്ന് കറക്റ്റായിട്ട് നോക്കുക. കൊടുത്ത ശേഷം സ്റ്റാർട്ടിങ് വരിക. സ്റ്റാർട്ടിങ് നമുക്ക് ബ്ലർ എഫക്റ്റ് കൊടുക്കണം ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം. അതിനായിട്ട് താഴെ എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടിങ് വെച്ച ശേഷം എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ എഫക്റ്റ് ക്ലിക്ക് ചെയ്യാനകത്ത് ട്രെൻഡിങ്ങിനകത്ത് നിങ്ങൾക്ക് ആ ബ്ലർ എഫക്റ്റ് അവിടെ കാണാൻ സാധിക്കും. ഹാലോ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് ആണെന്നുണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക.
ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് ഒന്ന് റെഡ്യൂസ് ചെയ്യുക. ഇതുപോലെ കുറച്ച് മാത്രമായിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ ബ്ലർ എഫക്റ്റ് ലഭിക്കുന്നതാണ്. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫോട്ടോയ്ക്കെല്ലാം എഫക്റ്റ് കൊടുക്കണം. അതിനായിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ആനിമേഷൻ താഴെ കാണുന്നുണ്ടോ സെലക്ട് ചെയ്യുക. അതിനകത്ത് കോംബോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കോംബോ സെലക്ട് ചെയ്യാനകത്ത് നമുക്ക് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യാനകത്ത് ഇവിടെ ഞാൻ പറയുന്ന ഓപ്ഷൻ നോക്കുക. ബെൻഡ് സൂം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ബെൻഡ് സൂം സെലക്ട് ചെയ്യുക. ഇത് ടൈം കാണുന്നുണ്ട് താഴെ, അത് ഫുള്ളായിട്ട് വെക്കുക. ബെൻഡ് സൂമിനകത്ത് ടൈം ഇതുപോലെ ഫുള്ളായിരിക്കണം. ടിക്ക് മാർക്ക് കൊടുക്കുക. മനസ്സിലായല്ലോ. എല്ലാ ഫോട്ടോയ്ക്കും ഈ ഓപ്ഷൻ മാത്രം കൊടുത്താൽ മാത്രം മതി. ആനിമേഷൻ സെലക്ട് ചെയ്യുക. കോംബോയ്ക്കകത്ത് ബെൻഡ് സൂം എന്ന് റൈറ്റ് സൈഡ് ശ്രദ്ധിച്ച് നോക്കുക. ബെൻഡ് സൂം എന്ന് പറയുന്ന കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതുപോലെ ആ 4 ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് ആനിമേഷൻ സെലക്ട് ചെയ്യുക. കോംബോ എടുക്കുക. ബെൻഡ് സൂം സെലക്ട് ചെയ്യുക. പറഞ്ഞ് മനസ്സിലായല്ലോ. കംപ്ലീറ്റ് ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ ഈ സെയിം എഫക്റ്റ് തന്നെ കൊടുക്കുക. ആനിമേഷനകത്ത് കോംബോയ്ക്കകത്ത് ബെൻഡ് സൂം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടതും ട്രാൻസിഷനാണ്. അതായത് ഈ ഫോട്ടോയുടെ നടുക്കായിട്ട് നമുക്ക് ഓരോ ഫോട്ടോയുടെ നടുക്കായിട്ട് ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ, ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. കാണുന്നുണ്ടല്ലോ ഒരു വര പോലെ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുന്നതിനകത്ത് സ്പ്ലിറ്റ് 4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്പ്ലിറ്റ് 4 കാണുന്നുണ്ടല്ലോ. ഈ സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ടൈം വേണമെങ്കിൽ അഡ്ജസ്റ്റ് കൊടുക്കാം. ഇഷ്ടമുള്ള ടൈം നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഈ ടൈം തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അപ്ലൈ ടു ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത എല്ലാ ഫോട്ടോയ്ക്കും ആ എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ടെക്സ്റ്റാണ്. ഹാപ്പി വിഷു എന്നുള്ള ടെക്സ്റ്റ് നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് താഴെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റിലെ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഹാപ്പി വിഷു എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി വിഷു പേര് വല്ലതും കൊടുക്കുകയാണെങ്കിൽ പേരും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. അതിനുശേഷം ഏത് ഫോണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റൈലിനകത്തുനിന്ന് ഏത് സ്റ്റൈൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. എഫക്റ്റിനകത്തുനിന്നും നിങ്ങൾക്ക് ഏത് എഫക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ആനിമേഷനൊന്നുമല്ല, ജസ്റ്റ് ടെക്സ്റ്റിൻ്റെ എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനൊരു എഫക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യാൻ ഡൗൺലോഡ് ആയ ശേഷം ഇങ്ങനെ വരത്തുള്ളൂ. അതിനുശേഷം ആനിമേഷൻ എടുക്കുക. ആനിമേഷനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇഷ്ടമുള്ള ഒരു ആനിമേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ സ്പീഡാക്കി കൊടുത്ത ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ട് വെക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ താഴെ കൊണ്ട് വെച്ച ശേഷം നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ ലെങ്ത് കുറച്ച് ദൂരമേ ഉള്ളൂ. അത് ഫുള്ളാക്കി വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് ഇതുപോലെ എത്തിച്ച ശേഷം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. ഇനി നിങ്ങൾ പ്ലേ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു പ്രിവ്യൂ കണ്ട രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ ആരും പോകല്ലേ. അതിനുശേഷം വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഹൈ ക്വാളിറ്റി തന്നെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ഓൾ.